ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തുടരുകയാണ്. SFI പ്രതിഷേധത്തിനിടെ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഗവർണർക്കെതിരെ ഇന്നും SFI പ്രതിഷേധം തുടരാനാണ് സാധ്യത. ഇന്ന് കോഴിക്കോട്ടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഗവർണർ നാളെ രാത്രിയാണ് ക്യാമ്പസ് വിടുക. വിനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. വിനേഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഗവർണർ ക്യാമ്പസിൽ തുടരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ വൈകുന്നേരം ഗവർണറോട് എത്തിയപ്പോൾ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. സ്വാഭാവികമായും അത് ഇന്നും തുടരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഉറച്ച നിലപാടിൽ ഗവർണർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രഞ്ജിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രതിഷേധം വരും മണിക്കൂറുകളിലും പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ നാളെയും പ്രതിഷേധത്തിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകുവോളം SFIയുടെ പ്രതിഷേധമുണ്ട്. ക്യാമ്പസിൽ ഒരു കാരണവശാലും ഗവർണറെ കാലുകുത്തിക്കില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു SFI. പക്ഷേ ഇന്നലെ ഗവർണർ പതിവ് പോലെ തന്നെ എത്തി. പക്ഷേ ഇതിനിടയിൽ പലപ്പോഴായി പ്രതിഷേധങ്ങളുണ്ടായി. പോലീസും സമരക്കാരും തമ്മിൽ ബലപ്രയോഗമുണ്ടായി. പോലീസ് ലാത്തി വീശുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. എങ്കിൽ പോലും അവിടെ കുത്തിയിരുന്ന് വീണ്ടും SFI പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ട് കുത്തിയിരുന്ന് സമരം നടത്തി. ഇതിനിടയിൽ പ്രധാനമായും അതായത് ഇതിനകത്തേക്ക് കയറുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തേക്ക് കയറുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ പോലീസ് സന്നാഹമുണ്ടായത്. വലിയ പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഒരുക്കിയിരുന്നത്. കാരണം SFI പ്രവർത്തകർ അകത്ത് കയറുകയും ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശാനുള്ള ഒരു സാധ്യതയെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും വലിയ സുരക്ഷയുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് കോഴിക്കോട് നഗരത്തിലുള്ള ഒരു സ്വകാര്യ പരിപാടിക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ഗവർണർ തിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം, അതായത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹമാണ്. ആ വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം ഗവർണർ പതിവ് പോലെ ഇവിടെയുള്ള നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ തിരിച്ചെത്തും. അതിനുശേഷം 1 മണിയോടുകൂടി അദ്ദേഹം തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇന്ന് പൂർണ്ണമായും അദ്ദേഹം ഇവിടെ ഉണ്ടാവും. പ്രതിഷേധ പരിപാടികൾ പതിവ് പോലെ തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് SFI പറയുന്നത്. നാളെ 3:30 ഇവിടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പരിപാടിയിലും ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസ് സന്നാഹത്തെ സുരക്ഷയ്ക്കായി നിയോഗിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോഴും ഇന്നലെ രാത്രിയിലും പകലും എല്ലാം തന്നെ വലിയ പോലീസ് സേന തന്നെ സ്ഥലത്തുണ്ട്. രാത്രിയിൽ മുഴുവൻ സമയവും, അതായത് പ്രധാനമായും ഈ ക്യാമ്പസിനകത്തേക്ക് കയറാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസുണ്ട്. ഇവിടെ എല്ലാം തന്നെ കൃത്യമായ പരിശോധനകളുണ്ട്. മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും ID കാർഡ് പരിശോധിച്ചാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർ ഇന്നലെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇവർക്കെതിരെ, അതായത് SFIക്കെതിരെ. മുമ്പ് തന്നെ തടയാൻ ശ്രമിച്ചു. താൻ അതൊന്നും വകവെക്കുന്നില്ല. ക്യാമ്പസിൽ ഒരു ചാൻസലർ എന്ന നിലയിൽ ക്യാമ്പസിൽ തന്നെ താൻ അന്തിയുറങ്ങും, അതിലാർക്കും തടയാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. പക്ഷേ സംഘപരിവാറിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്തിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ SFI ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ഗവർണർ ഇതിനകത്ത് വന്നതിനെതിരെ ഇനിയും ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെയാണ്, SFI പ്രവർത്തകർ തന്നെയാണ് ഇന്നലെ പ്രതിഷേധിച്ചത്. ദേശീയപാത മണിക്കൂറുകളോളം ഉപരോധിച്ചു. തുടർന്ന് പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസ് പറയുന്നത് കേൾക്കാൻ ഇവർ തയ്യാറായില്ല. പിന്നീട് പോലീസ് ലാത്തി വീശി. ഇതേ തുടർന്ന് 3 പേർക്ക് പരിക്കേറ്റു. പിന്നീട് വീണ്ടും ഇവർ രാത്രിയോടുകൂടി വീണ്ടും ഇവിടെ കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് പിന്നീട് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇവരെല്ലാം തന്നെ അറസ്റ്റ് കീഴടങ്ങുകയാണ് ഉണ്ടായത്. അതായത് അറസ്റ്റ് വരിച്ച് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. എന്തായാലും കൂടുതൽ പോലീസ് സേന എത്തിക്കൊണ്ടിരിക്കുന്നു. വാഹനങ്ങളിലായി കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം ഗവർണർ ഇറങ്ങുന്ന രാവിലെ 10 മണി എന്നുള്ളൊരു സമയം അത് നിർണായകമാണ്. ആ സമയത്ത് ഒരു പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത കൂടി എന്തായാലും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിലും ഇപ്പോൾ ഈ സരോവരത്താണ് ഈ വിവാഹ ചടങ്ങ് നടക്കുന്നത്. ഈ വിവാഹ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അദ്ദേഹം തിരിച്ചു വരുന്ന വഴികളിലെല്ലാം തന്നെ കരിങ്കൊടി കാണിക്കാനും പ്രതിഷേധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇവിടെയെല്ലാം തന്നെ വഴിനീളെ പോലീസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് യൂണിവേഴ്സിറ്റിക്കും കോഴിക്കോട് സരോവരത്തിനും ഇടയിൽ 2 ഭാഗത്തായി പ്രധാനമായും ഇവർ നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യൂണിവേഴ്സിറ്റിയിലാണ് പ്രധാനമായും പോലീസ് ഉണ്ടാവുക. എന്തായാലും ഉച്ചയ്ക്ക് അദ്ദേഹം തിരിച്ചു വരുന്നത് വരെ ഇവിടെ ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം പ്രതിഷേധം സംബന്ധിച്ചുള്ള കാര്യം SFIയിൽ നിന്ന് അത്തരത്തിലൊരു ഔദ്യോഗികമായുള്ള ഒരു അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും പ്രതിഷേധം ഇന്നും നാളെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് സാഹചര്യം. പ്രതിഷേധത്തിനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ എത്തിയപ്പോൾ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതുമാണ്. ഇന്നിപ്പോൾ അതിനുള്ള സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്.
അതുകൊണ്ട് തന്നെ പഴുതുടച്ചുള്ള എല്ലാ സുരക്ഷയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അത്രത്തോളം പോലീസുകാരെ ക്യാമ്പസിൽ വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഗവർണർ ഇപ്പോൾ സ്വകാര്യ പരിപാടിയിലടക്കം പങ്കെടുക്കാൻ പോകുമ്പോഴടക്കം അവിടെ ഒരു പോലീസ് സാന്നിധ്യം പോലീസ് ഉറപ്പുവരുത്തുന്ന സാഹചര്യമെല്ലാം നമ്മൾ കണ്ടതാണ്. നാളെ ഇപ്പോൾ ഗവർണറുടെ പരിപാടി ക്യാമ്പസിനുള്ളിൽ തന്നെയാണ്. ക്യാമ്പസിലെ സെമിനാറിന്റെ ഉദ്ഘാടകൻ ഗവർണറാണ്. സ്വാഭാവികമായും SFI ക്യാമ്പസിനുള്ളിൽ തന്നെയാകുമ്പോൾ കാര്യങ്ങൾ പ്രതിഷേധം കടുപ്പിക്കാനുള്ള സാധ്യതയാണല്ലോ സ്വാഭാവികമായും നമ്മുടെ മുന്നിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് പോലീസ് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്? നാളത്തെ പ്രതിഷേധങ്ങളെ പറ്റി എന്തെങ്കിലും SFIയുടെ ഭാഗത്തു നിന്നും സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ? രഞ്ജിനി, നാളെ 3:30 ഇവിടെ സെമിനാർ നടക്കുന്നത്. അതിൽ സ്വാഭാവികമായും അതിനകത്തേക്കുള്ള പ്രവേശനം കൃത്യമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും. കാരണം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഇവിടെ പ്രതിഷേധത്തിന്റെ സാധ്യതയുണ്ട്. ഈ ക്യാമ്പസിനകത്തേക്ക് നമുക്കറിയാം, ഈ ക്യാമ്പസിന്റെ മുൻഭാഗം മാത്രമല്ല, പല ഭാഗത്തു കൂടി ഈ ക്യാമ്പസിനകത്തേക്ക് കയറാനുള്ള ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലെല്ലാം തന്നെ കൃത്യമായി തന്നെയുള്ള പരിശോധനകൾ ഉണ്ടാവും. കാരണം അതിലൂടെ ഈ SFI പ്രവർത്തകർ പ്രതിഷേധിക്കാൻ കയറാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും. പക്ഷേ എന്തായാലും ഈ സുരക്ഷാ വീഴ്ച എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാത്ത രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയായിരിക്കും SFI നടത്തുക. കാരണം LDF ആണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെയോ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും SFI മുന്നോട്ട് പോവുക. എങ്കിൽ പോലും പരമാവധി പ്രതിഷേധം, അത് ഏത് വിധേനയും തങ്ങളുടെ പ്രതിഷേധം ഗവർണറെ അറിയിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കും നാളത്തെ പരിപാടിയിൽ എങ്ങനെ പ്രതിഷേധിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഏതായാലും ഈ പ്രധാന കവാടത്തിന് മുമ്പിൽ തന്നെയാണ് പ്രതിഷേധം ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നും ഈ ഭാഗത്ത് തന്നെയുള്ളൊരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും നാളെ നിർണായകമാണ്. കാരണം നാളെ ഈ പരിപാടിയിൽ ഇവർ നുഴഞ്ഞു കയറാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ SFI പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുകയും ഈ ഗവർണർ പ്രസംഗിക്കുന്ന മറ്റ് സമയങ്ങളിൽ ഗോബാക്ക് വിളിയോ അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കലോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. ആ സുരക്ഷാ വീഴ്ച പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ക്യാമ്പസിന്റെ പല വഴികളുണ്ട്. ഈ വഴികളിലെല്ലാം തന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ ഉള്ള വഴികളുണ്ട്. ആ വഴികളെല്ലാം തന്നെ കൃത്യമായി തന്നെ പോലീസ് അടയ്ക്കും. ഒപ്പം തന്നെ പോലീസിന്റെ സുരക്ഷയുണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് സേന ഇപ്പോഴും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിയോടുകൂടി ഇന്ന് അദ്ദേഹം ഇറങ്ങും. ഉച്ചയോടുകൂടി തിരിച്ചു വരും. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന് കാര്യമായ പരിപാടിയുള്ള ഗസ്റ്റ് ഹൗസിൽ തന്നെയായിരിക്കും. BJPയിലെ നേതാക്കളെല്ലാം തന്നെ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിച്ച് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇന്നും പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തെ സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെ BJP ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഗവർണർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിനേഷ്, ഇനി മുന്നോട്ട് കാണേണ്ട ഒരു സാധ്യത എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ SFIയുടെ കരിങ്കൊടി പ്രതിഷേധം അതിങ്ങനെ മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുകയാണ്. സർക്കാർ ഗവർണർ പോലെ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം ഇതിന്റെ ഭാഗമായി തന്നെ നമ്മൾ കാണേണ്ടതുമാണ്. അപ്പോൾ സ്വാഭാവികമായും SFI പോലൊരു വിദ്യാർത്ഥി സംഘടന ഗവർണറെ വെല്ലുവിളിക്കുന്നു. ഗവർണർ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഇതുവരെ കാണാത്ത ഒരു സാഹചര്യമാണല്ലോ നമ്മൾ കാണുന്നതും. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ കോഴിക്കോട്ടേക്ക് മറ്റന്നാൾ എത്തുമെന്നൊക്കെ 2 ദിവസം മുമ്പ് തന്നെ ബൈറ്റ് കൊടുത്തുകൊണ്ട് ഗവർണർ അവിടെ എത്തുന്നു. നേരത്തെ ക്യാമ്പസിന് പുറത്തായിരുന്നു താമസം തീരുമാനിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് ഈ വെല്ലുവിളിയുടെ ഭാഗമായി തന്നെ ക്യാമ്പസിനുള്ളിൽ തന്നെ താമസിക്കാൻ ഗവർണർ തീരുമാനിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. SFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ട്. ഇനി മുന്നോട്ടുള്ള ഒരു സാധ്യതകളെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? സർക്കാർ ഗവർണർ പോലെ രൂക്ഷമാക്കിയായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രഞ്ജിനി, അതിനകത്ത് ഇന്നലെ K. സുരേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരമായി സമരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ വഴിതടയുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് SFI പോയി കഴിഞ്ഞാൽ തിരിച്ചടികൾ ഉണ്ടാവാം. അതിലൊരു കാരണം കൂടിയുണ്ട്. അതായത് നമുക്കറിയാം, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ പോലീസ് അടിച്ചമർത്തുന്നുണ്ട്. ഒപ്പം തന്നെ അത് DYFIയെയും SFIയെയും ഇറക്കിക്കൊണ്ട് ആളുകളെ, ഈ സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ എല്ലാം തന്നെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതിന് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ചെയ്തു. അത് ജീവൻ രക്ഷാ പ്രവർത്തകരാണെന്ന് പറയുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് തങ്ങൾക്ക് ഒരു ഗവർണർക്ക് ഒരു കവചം ഒരുക്കിക്കൂടാ എന്നുള്ള ഒരു നിലപാട് എന്തായാലും BJPക്ക് അകത്തുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ABVPയും യുവമോർച്ച പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ അദ്ദേഹത്തിന് പോലീസിന് മാത്രമല്ല ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആലോചന BJPക്ക് അകത്ത് നടക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇന്നലെ K. സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കാണുന്നതാണ്. കാരണം പോലീസ് ചെയ്യേണ്ട ജോലി അതിലും ക്രൂരമായി തന്നെ ആളുകൾ തല്ലിച്ചതയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് SFIയും DYFIയും KSUക്കാരുടെ സമരങ്ങളെയും കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് തങ്ങളും
തങ്ങൾക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ, അല്ലെങ്കിൽ തങ്ങൾക്ക് ആ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് തങ്ങൾക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ എന്ന് പരിഹാസ രൂപേണയാണെങ്കിൽ പോലും കെ സുരേന്ദ്രനും BJP നേതാക്കളും പറയുന്നുണ്ട്. അതായത് ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഗവർണർക്ക് തങ്ങൾ ഒരു സുരക്ഷാ കവചം ഒരുക്കേണ്ടി വരും എന്നുള്ള ഒരു സൂചന തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് BJP നേതാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകും. എന്തായാലും അദ്ദേഹം ക്യാമ്പസിൽ കയറുന്നതിനെതിരെ SFI വരും ദിവസങ്ങളിലെല്ലാം തന്നെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. പക്ഷേ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ആലോചന BJPക്കകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇത് കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രഞ്ജിനി. എസ് വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൌസിൽ തുടരുന്ന സാഹചര്യമാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിനൊരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്. അതിനുശേഷം ഉച്ചയോടുകൂടി വീണ്ടും ക്യാമ്പസിനുള്ളിൽ തിരിച്ചെത്തുകയും ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം കാര്യമായ പരിപാടികളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ നാളെ ക്യാമ്പസിനുള്ളിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ്. എന്തായാലും സ്വാഭാവികമായും SFIയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം കടുപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കണക്കിലെടുത്ത് പോലീസിന്റെ വലിയ സുരക്ഷ ക്യാമ്പസിൽ ഉണ്ടാകുന്നു. പഴുതടച്ചുള്ള സുരക്ഷ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. എസ് വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.